ഹലോ, ഇന്ന് നമുക്ക് തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്നത് പോലത്തെ ഒരു കോളിഫ്ലവർ 65ൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കലാണ്. അതിനുശേഷം അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടണം. അധികം ചെറിയ പീസും ആക്കണ്ട, അധികം വലിപ്പത്തിലും ആവണ്ട കേട്ടോ. ഒരു മീഡിയം സൈസിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് ഇപ്പം എല്ലാം ആ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ എന്തെങ്കിലും ഇൻസെക്ട്സോ വിഷാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗറും ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ വിനാഗറും കുറച്ച് ഉപ്പും കൂടിയിട്ട് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കാം. അത് ചൂടുവെള്ളത്തിൽ ചെയ്യുന്നവരുണ്ട്. ചൂടുവെള്ളത്തിൽ ചെയ്താൽ അത് കുറച്ചൊരു സോഫ്റ്റ് ആവും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ക്രിസ്പിനെസ് കുറവായിരിക്കും. നമുക്കതിനെ അടച്ച് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് കോൺഫ്ലോർ, കുറച്ച് പച്ചരി വറുത്തതില്ലേ അരിപ്പൊടി, അതൊരു ടേബിൾ സ്പൂണ്, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കളറ് കിട്ടും കേട്ടോ കുറച്ചും കൂടെ. ഞാനിപ്പോൾ സാധാരണ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 2 പിഞ്ച് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് തൈര്, ആവശ്യത്തിനുള്ള സാൾട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണേ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അധികം ലൂസായി പോറും കേട്ടോ. കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കോളിഫ്ലവർ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ, മസാല ശരിക്ക് പിടിക്കാൻ. എന്നാലേ ആ മസാലയെല്ലാം കോളിഫ്ലവറിലേക്ക് ശരിക്ക് പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് വരും. ഇനി ഗ്യാസ് അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ കുറച്ചായിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 3/4 ഭാഗം വരുന്നതിന് ശേഷം 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരി മാറ്റാം കേട്ടോ.